മറ്റേ നമ്മുടെ ഇന്നിപ്പോ ഇവിടെ വന്നവരെല്ലാവരും സംസാരിക്കണം, അതാണ് എൻ്റെ താല്പര്യം. അപ്പോ നമ്മുടെ ഗാന്ധി എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഗാന്ധി മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു പ്രിയ സുഹൃത്ത് സുകുമാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കസ്തൂർബയിൽ പരിപാടിക്കാൻ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം രണ്ടു ദിവസം നമ്മൾ സംസാരിക്കും. ആത്മബന്ധുക്കളെ, ആത്മമിത്രങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ല നാട്ടുകാരെ, വിശിഷ്യ ഇതിൻ്റെ ബഹുമാനവും ആരാധനമായ കേൾക്കുന്ന മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹാദരമായ നമസ്കാരം. ഇങ്ങനെയുള്ള യുഗത്തിൽ ഒരു അനുസ്മരണ യുഗത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. സ്വന്തം പ്രാണപ്രേയസിയുടെ, പ്രിയ പത്നിയുടെ, സഹധർമ്മിണിയുടെ അനുസ്മരണം നടത്തുന്ന ഒരു യോഗം നിസ്സാരമല്ല. അദമ്യമായ സ്നേഹത്തിൻ്റെ, ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ, നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ആ ബന്ധമുണ്ടല്ലോ, അതാണ് ഈ അനുസ്മരണ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നതല്ല, ഭരിക്കുന്നവരാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിസ്സാരമല്ല. ഒരു കുടുംബത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ഒരു ലോകത്തിൻ്റെ തന്നെ ശ്രേഷ്ഠമായ, സത്യസന്ധമായ, അതിന് മാതൃകയായ ആ ബന്ധം അത് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ അനുസ്മരണ. ഞാൻ പ്രതീക്ഷിച്ചില്ല അതിനും ഒരു മുൻകൂട്ടി ഒരു കുറേ വാക്കുകൾ എനിക്കുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ സഹകരണത്തിൽ പ്രാണപ്രേയസിക്ക് ഒരു അസുഖം വന്നു. അദ്ദേഹം ഇത്രയും ചെറുപ്പത്തിൽ ഈ രാജ്യത്തോടും വിട പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് കൂടി അദ്ദേഹം ആലോചിച്ച് അതിനൊരു മാർഗം ഈ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. അത് തന്നെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അവരുടെ ചെയ്യുന്ന കേൾക്കാം. ബഹുമാനപ്പെട്ട എൻ്റെ നീജാബായി ചേച്ചിയുടെ സുഹൃത്തുക്കളെ, ഞാനിവിടെ കൈമാറത്തോ മറ്റ് 25 വർഷമായിട്ടുണ്ട്. എന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് ചിലവർക്ക് എൻ്റെ ഫേസ് അറിയാവുന്നു. പക്ഷേ ഞാൻ ഈ ശ്രീമാഷിനെ നീജ ചേച്ചിനെ കാണുന്നത് ഒരു വർക്ക് സംബന്ധമായിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു റിനോവേഷന് വേണ്ടി വന്നപ്പോഴാണ് അവരെയൊക്കെ ബന്ധപ്പെട്ടത്. എന്നെ വേറെ പരിചയപ്പെട്ടത്. അങ്ങനെ ആ പരിചയത്തിൻ്റെ പുറകില് ഞാൻ തനിയായിട്ട് ഒരു മാസത്തോളം അവരുടെ വീടിൻ്റെ വർക്കുകളും മറ്റുള്ളതൊക്കെ ആയിട്ട് പല കാര്യങ്ങളായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശ്രീരാമനും സീതയും എനിക്ക് ഇത്രയും അടുത്തറിയാൻ കഴിഞ്ഞു. കാരണം ഇവരുടെ സ്നേഹബന്ധം അത്രയും ആഴത്തിലാണെന്നുള്ളത് ഞാൻ അന്ന് പഠിച്ചു. അവരുടെ നല്ലൊരു സുഹൃത്തായി മാറാൻ ഞാൻ ശ്രമിച്ചു. അവരുടെ എന്താവശ്യങ്ങളും എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഒപ്പം നിൽക്കാറുണ്ട്. അന്ന് ഇന്ന് കാണുന്ന ഹരിയാണ് ഞാൻ കഴിയുന്നത്. ചെറിയ കുട്ടി, അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ആ പണി സംബന്ധമായ ജോലി സംബന്ധമായിട്ടുള്ള വിഷയത്തോട് കൂടിയിട്ട് ഹരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അന്നും ഇന്നും അതേപോലെ തന്നെ. പക്ഷെ മൂത്ത മകന് ഞാനായിട്ട് വലിയ ക്ലോസഡായിട്ടുള്ള ഇതില്ല. ആള് സ്കൂളിൽ പോകും, വരും. ആ 4 മണിക്ക് ശേഷമുള്ള ചങ്ങാത്തം മാത്രമേ ഉണ്ടായിരുന്നു. 2014 മീരാബായിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചികിത്സാസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു. പക്ഷേ
ഞാൻ മരിച്ചിട്ട് ഞാൻ മരിച്ചിട്ടല്ല, മീജാബായി ചേച്ചി മരിച്ചിട്ട് ഞാൻ വന്നില്ല കാണാൻ. ഈ 9 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്. കാരണം ജീവിച്ചിരിക്കുന്നത് വലിയ കാര്യം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വലിയ കാര്യം, അസുഖങ്ങളില്ലാതെ സൂക്ഷിക്കേണ്ടത് അവരാണ് തന്നെ. കാരണം അതിൻ്റെ കൂടെ സീതയുടെ കൂടെ ശ്രീരാമൻ നിൽക്കുന്ന അതേ സ്ഥിതിയിൽ തന്നെ അദ്ദേഹം ആക്ഷന് എല്ലാ വേണ്ട കാര്യങ്ങളും ചെയ്ത് അത് ചേച്ചിയുടെ കൂടെയുണ്ട്. തോൽക്ക് ജയിക്കുക എന്നുള്ളതല്ല അവിടെ പ്രശ്നം, കൂടെ നിൽക്കുക എന്നതാണ് ഏറ്റവും വലിയതാണ്. സുജേട്ടാ, നിങ്ങൾ ഈ താടി വെച്ച് നടക്കുന്നത് ശരിയല്ല കേട്ടോ. അത് മീജാബായി ചേച്ചിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ സുന്ദരനായിട്ടുള്ള ഒരാളായിട്ട് നടക്കണതാണ് ചേച്ചിക്ക് ഇഷ്ടം. ചേച്ചിയായിട്ടുള്ള സഹവാസത്തില് താടി വെച്ചിട്ട് ഞാൻ ചേച്ചി സുല്ലേട്ടനെ കണ്ടിട്ടില്ല. ആസ്വാദകർ എങ്ങനെയാണ് രസികാസ് എങ്ങനെയാണ് അവരെ കാണുന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കച്ചേരി ചെയ്യാൻ വേണ്ടി നമ്മൾ വേദിയിരിക്കുന്ന സമയത്ത് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിവിടെ ഒരു സമ്പൂർണ്ണമായിട്ടൊരു കച്ചേരി അല്ല നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്. അപ്പൊ എല്ലാവരും അതിന് ആ ഒരു സെൻസിൽ കാണാം. അതായത് ഒരു കച്ചേരി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു വോക്കൽ ഉണ്ടാവും. കച്ചേരിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കാണും. അതിനായിട്ട് നമുക്ക് വാദ്യങ്ങൾ ഉണ്ടാവും. അതിൽ മെയിനാണ് മൃദംഗം. അതോടൊപ്പം തന്നെ ഘടം ഉണ്ടാവും. പിന്നെ മോശന്റെ മേജ. നമുക്ക് ആർട്ടിസ്റ്റിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വോക്കലിസ്റ്റിന്റെ അനുസരിച്ച് അങ്ങനെയായിരിക്കും കച്ചേരി സെറ്റ് ചെയ്യും. പിന്നെ ഓഫ്കോഴ്സ് വയലിനും ഉണ്ടായി. അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്നത് ശരിക്കും കർണാട്ടിക് കൺസേർട്ട് വേണ്ടി ഒരു ഡ്യുവോ ആണ്. വോക്കൽ മൃദംഗം ഡ്യുവോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു കർണാട്ടിക് കച്ചേരിയിൽ ഉൾപ്പെടുന്നതിനാണ് നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള അറ്റൻറ്റാണ്. ഒരുപാട് രാഗസ്ഥാനങ്ങളോ സ്വരമോ ഒന്നും മാറി ആരെയും ഞങ്ങൾ മുഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കീർത്തനങ്ങൾ നമുക്ക് കേട്ട് ആസ്വദിക്കാൻ. നമ്മുടെ അമ്മയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ ഞങ്ങൾ കച്ചേരി അമ്മയുടെ അച്ഛനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും രസികാസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി മുഖ്യമാരുടെ അനുഗ്രഹത്തോടുകൂടി ഞങ്ങൾ ഈ ചെറിയ കച്ചേരിയെ ആരംഭിക്കാം. രാഗത്തിലുള്ളൊരു കീർത്തനമാണ് ആദ്യം കാണിക്കുന്നത്. എല്ലാ വിജ്ഞാനവും കാണാൻ വേണ്ടി നമുക്ക് വിഘ്നേശ്വരനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗണപതിയുടെ കീർത്തനമാണ്.
അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ രസികരുടെ മനസ്സിലും മഴ പെയ്യട്ടെ, സന്തോഷത്തിന്റെ അല്ലെ ഒരു ആനന്ദത്തിന്റെ മഴ എല്ലാവരുടെ മനസ്സിൽ വരട്ടെ. അങ്ങനെ നമുക്ക് ഇത്രയും Sudah
Swami
ഞങ്ങളുടെ ഈ ഒരു വോക്കൽ മൃദംഗം ഡുവോ കച്ചേരി കൺസേർട്ട് കണ്ട് ആസ്വദിച്ച് ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച എല്ലാവരോടും